നമസ്കാരം. ആരും മരിച്ചില്ലല്ലോ, നിങ്ങൾക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെന്തിനാ പോലീസ് വരുന്നത്? തിരുവാർപ്പ് മലരിക്കൽ ആമ്പൽപ്പാടം കാണാനെത്തിയ കുടുംബം വാടകയ്ക്കെടുത്ത വള്ളം മറിഞ്ഞതിനു ശേഷം രക്ഷപ്പെട്ട് കുമരകം പോലീസിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണിത്. കറുകച്ചാൽ സ്വദേശിയായ മഹേഷും കുടുംബവും ഉൾപ്പെടുന്ന 6 സംഘമാണ് തിരുവോണ ദിവസം ആമ്പൽപ്പാടം കാണാനെത്തി വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. വാടകയ്ക്കെടുത്ത വള്ളത്തിൽ കയറി 200 മീറ്റർ പോയപ്പോഴേക്കും മറിയുകയായിരുന്നു. കായലിൽ കൂടി ഒരു റൗണ്ട് പോയി വരാമെന്ന് പറഞ്ഞ് നിരക്ക് നിശ്ചയിച്ചാണ് യാത്ര പുറപ്പെട്ടത്. മഹേഷിന്റെ പ്രായമായ മാതാപിതാക്കളും ഭാര്യയും 4ഉം 11 വയസ്സുമുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളം കുടിച്ചെങ്കിലും ആഴം കുറവായതിനാൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആഴമുള്ള സ്ഥലത്തായിരുന്നു അപകടമെങ്കിൽ എന്ത് സംഭവിച്ചെന്നും മഹേഷ് ചോദിക്കുന്നു. എല്ലാവരെയും രക്ഷിച്ച് കരയ്ക്കെത്തിയ മഹേഷ് 100-ൽ വിളിച്ചപ്പോൾ തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിലേക്കാണ് ഫോൺ പോയത്. കാര്യം അറിയിച്ചപ്പോൾ കുമരകം പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറയുകയായിരുന്നു. ഓണാവധി ആയതിനാൽ നിരവധി പേരാണ് ആമ്പൽപ്പാടം കാണാനെത്തിയിരുന്നത്. പാടത്തിൽ കറങ്ങാനായി നിരവധി വള്ളങ്ങൾ വാടകയ്ക്ക് ലഭ്യമാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും അംഗീകാരവും ഇല്ലാതെയാണ് ഭൂരിഭാഗം വള്ളങ്ങളും സർവീസ് നടത്തുന്നത്. പറഞ്ഞ അവർ ഇത് 1.25 മണിക്കൂർ എടുക്കും വരാൻ. നിങ്ങൾ പോലീസ് സ്റ്റേഷനോട് വന്നിട്ട് കംപ്ലൈന്റ് വന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. ശരി, ചോദിക്കാവേ. അല്ല, അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇപ്പൊ നമ്മൾ 100-ൽ വിളിച്ചാൽ പോലും തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്, അടുത്ത പോലീസ് സ്റ്റേഷനിലേക്കല്ല വരുന്നത്. നമ്മളൊരു ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് കണക്ഷൻ പോലും കിട്ടുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ അവിടെ കൊണ്ട് പരാതി കൊടുത്താൽ എന്താ സംഭവിക്കാൻ പാടില്ല? നമ്മൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇനിയുള്ള ആളുകളെ എങ്കിലും രക്ഷിക്കാൻ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ളതാണ് ഇഷ്യൂ. എന്തായിരുന്നു? ആള് വെള്ളത്തിൽ വീണോ? ഞങ്ങള് അവിടെ ചെന്ന് ഒരു വള്ളം എടുത്തിട്ട് കായലിൽ കൂടെ ഒരു റൗണ്ട് ചുറ്റി വരാന്ന് പറഞ്ഞ് ഒരു റേറ്റ് പറഞ്ഞു. അപ്പൊ ഞങ്ങളതെ കേറി ഒരു 200 മീറ്റർ അങ്ങ് പോയപ്പോ തന്നെ ഈ വള്ളം മൊത്തത്തിൽ മലരിക്കലിലാണോ പോയത്? അതന്നെ. എന്നിട്ട് വള്ളം മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞു. ഇപ്പൊ 80 വയസ്സുള്ളൊരു അച്ഛൻ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ അമ്മ ഉണ്ടായിരുന്നു, എന്റെ വൈഫ് ഉണ്ടായിരുന്നു, 2 കുട്ടികൾ, 11 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളം കുടിച്ച് പെട്ടെന്ന്. പക്ഷെ അവിടെ വലിയ ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റി. നമ്മൾ കായലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത്? ഞങ്ങൾ ഇവിടെ കോട്ടയം ജില്ല കറുകച്ചാൽ എന്ന സ്ഥലത്ത് താമസിക്കുന്നവരെ ഞങ്ങൾ ചെറിയ തോടുമൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇത്രയും വെള്ളത്തിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്ര ആഴമില്ലാന്നുകൊണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളൂ. ഞാൻ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ 100-ലേക്ക് വിളിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് കോള് പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടുന്ന് കുമരകം പോലീസ് എന്നെ വിളിച്ചു. അപ്പൊ അവര് ഞങ്ങൾ വേറൊരു ഇഷ്യൂവിന് പോയേക്കുവാണ്, എങ്ങനെയായാലും 1.25 മണിക്കൂർ എടുക്കും അവിടെ വരാൻ, ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചു വെള്ളത്തിൽ വീണ് കൊച്ചു നന്നായിട്ട് പേടിച്ചു പോയി. 4 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പൊ അത് നന്നായിട്ട് ഷിവർ ചെയ്യുകയും അവന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് പോവായിരുന്നു. അവിടെ ഉള്ള ഒരു മനുഷ്യനും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലെന്നുള്ള പോട്ടെ, ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സംബന്ധമായ ഒരു സംഭവം നിൽക്കുന്ന ഒരു ഗാർഡ് പോലും ഇല്ലായിരുന്നു അവിടെ. ഇങ്ങനെ അപകടത്തിൽ വന്ന രക്ഷിക്കാൻ ഒരു ഗാർഡ് പോലും, അവർക്ക് ആർക്കും ലൈഫ് ജാക്കറ്റ് ഇല്ല. വീണ്ടും ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. മനസ്സിലായി സാർ. ഇതിന്റെ അകത്ത് ഇപ്പം നിലവില് ഇതിനൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതുപോലത്തെ സേഫ്റ്റി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും കാണിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അറിയാലോ ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതല്ല സാറേ, ഈ കാര്യത്തിൽ ഇപ്പം പോലീസുകാർ അവിടെ വന്നാലും അവരെന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ അതിന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കിട്ടണം. മനസ്സിലായോ? നിങ്ങൾ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തരണം. അവർ വന്നിട്ട് അവരോട് സംസാരിച്ചതിന് ശേഷം സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാനേ പറ്റും. കാരണം കംപ്ലൈന്റിനെ പുറത്തല്ലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ പിന്നീട്. കാരണം അല്ല, എനിക്ക് മനസ്സിലായി. നിലവിൽ സിറ്റുവേഷൻ, അതായത് എല്ലാവരും രക്ഷിച്ചതിന് ശേഷം എല്ലാവരും കേറിയല്ലോ അവിടെ. പിന്നെ എന്താണ് അവിടെ ആവശ്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് വന്ന് രക്ഷിക്കാന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഓൾറെഡി എല്ലാവരും രക്ഷിച്ചു, എല്ലാവരും സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അതായത് ഇവർക്കെതിരെ ഈ പറഞ്ഞ വള്ളക്കാരനെതിരെ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി ടൂറിസം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വേണ്ടത്ര സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നും നടത്താതെ ഇത് കൊണ്ടുപോകുന്ന അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പരാതി വേണം. ഇത്രയും സംഭവങ്ങൾ, ഇത്ര ഒരു ടൂറിസ്റ്റ് പ്ലേസ് സാധാരണ ഒരു പോലീസിന് ഒരു ഗാർഡ് ഉണ്ടായിരിക്കുന്നതല്ലേ? പോലീസിന്റെ ആരും അവിടെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഓണ ദിവസമായിട്ട് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ദിവസം ഒരു പോലീസ് വണ്ടി, ഇത്ര ആള് കൂടുന്ന സ്ഥലത്ത് ഒരു പോലീസ് വണ്ടിയോ ഒരു പോലീസോ ഒരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഇനിയിപ്പോ ഞാൻ പരാതി അതെ, അതൊരു കംപ്ലൈന്റ്, നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ആക്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും. ഒന്നും ഉണ്ടാകത്തില്ല സാറേ. ഞാനൊരു 2 മാസം മുമ്പ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു നടപടി ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ നമുക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ആ ഒരു 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ജീവൻ കൈ പിടിച്ച് പിള്ളേരെയും കൊണ്ട് ഓടിയ 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ പൗരന് ഒരു സംരക്ഷണവും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോഴും തിരുവനന്തപുരത്തേക്കാണ് കോള് പോകുന്നത്, അല്ലേ? ഇപ്പൊ സാറ് തിരുവനന്തപുരത്തിനല്ലേ സംസാരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ അതൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും സാറേ? അതേസമയം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ആയിരുന്നെങ്കിൽ,
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള ഒരാളുടെ വ്യക്തിയായ നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ്, നിങ്ങൾ 5 മിനിറ്റിനോടെ വരുമായിരുന്നു. ഞാനൊരു സാധാരണ പൗരനായതുകൊണ്ടാണ് എനിക്കും എൻ്റെ കുട്ടികൾക്കും സ്വന്തം ജീവൻ വാരി പിടിച്ചുകൊണ്ട് പോരേണ്ടി വന്നത്. ശരിയല്ലേ? ഒരു 2 മാസം മുമ്പ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ ശകലം പൈസ കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ പോകാഞ്ഞത്. എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടല്ലോ, കുഞ്ഞുങ്ങളെ കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോരുക എന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഓടിപ്പോകുന്നത്. ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നു. ഇനി നാളെ ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് സാറിനെ വിളിച്ചത്. നിങ്ങൾ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഞാൻ അവരോട് വിളിച്ചപ്പോൾ അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു നിയമലംഘനം നടന്നു എന്നോ നിങ്ങൾ അതിൻ്റെ പരാതിപ്പെടുമെന്നോ അവർ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തോളാം. എന്ത് നടപടി എടുക്കാനുണ്ട് സാറേ? എൻ്റെ ഈ രോഷം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ പോലും ഒരാളും ചോദിക്കാൻ വരികയില്ല എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. കേട്ടോ? ഹലോ സാറിനെ ഇവിടുന്ന് കുറെ പ്രാവശ്യം വിളിച്ചായിരുന്നല്ലോ, എടുത്തില്ലെന്ന് പറയുന്നു. എൻ്റെ സാറേ, ഞാൻ കൊച്ചുങ്ങളെ കൊണ്ട് ഓടി നടക്കുമായിരുന്നു. ഞാൻ അന്നേരം വിളിച്ചപ്പോഴല്ലേ എടുത്തായിരുന്നു. ഞാൻ വിചാരിച്ചു പോലീസ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വരുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ആരും വന്നില്ല. ഇപ്പം നമ്മൾ പോലീസിനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കും. നമ്മൾ ആദ്യം അതല്ലേ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ പേര് മഹേഷ് എന്നാണ്. ഞാൻ കറുകച്ചാലിലാണ് താമസിക്കുന്നത്. ഞാൻ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി 2 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ പരാതി കൊടുത്താൽ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടുന്ന് എല്ലാ ദിവസവും കുമരകത്ത് പോകേണ്ടി വരും എന്നൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ ഇതൊക്കെ പക്ഷെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും അലർട്ട് ആവും എന്നുള്ളത്. ഞങ്ങളാരും മരിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തെറ്റ്. ഞങ്ങളെല്ലാവരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി പോലും വരുന്നത്. അല്ലേ സാറേ? ഓക്കെ, എന്തായാലും സാറ് പറഞ്ഞത് അറിയിച്ചേ. ശരി, ഓക്കെ, ആയിക്കോട്ടെ. സാറ് അറിയിക്കാൻ പോകുന്നില്ല എന്നും എനിക്കറിയാം. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ.